ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ കൂന്തൽ തഴുകി വരും പൂന്തന്നൽ കുസൃതിയോ തങ്കനിലാവിൻ്റെ തോളത്ത്. ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ കൂന്തൽ തഴുകി വരും പൂന്തന്നൽ കുസൃതിയോ തങ്കനിലാവിൻ്റെ തോളത്ത്. 70കളുടെ അവസാനത്തിൽ മലയാള ചലച്ചിത്ര ഗാനശാഖയെ ത്രസിപ്പിച്ച, ഓരോ മനസ്സിലും ഓരോ പൂക്കളം തീർത്ത് ഓരോ വീണ കൊടുത്ത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു ജൈത്രയാത്രയുണ്ടായിരുന്നു പിക്നിക് എന്ന ചിത്രത്തിലൂടെ. വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങി മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങി. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി, നീ വരുമ്പോൾ കള്ളിയവൾ കള്ളി പറഞ്ഞോ, കാമുകൻ്റെ കഥ പറഞ്ഞു. ഇത്തരത്തിലുള്ള മലയാളിയുടെ മനസ്സിനെ ഒരു ശലഭത്തെ പോലെ പറത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് പാട്ടുകൾ ആയിരുന്നു പിക്നിക്കിലുണ്ടായിരുന്നത്. അർജുനൻ മാഷും ശ്രീകുമാരൻ തമ്പി സാറും ഒരുമിക്കുമ്പോൾ ഉണ്ടാവുന്ന പാട്ടുകൾക്ക് ഒരു പുഴയുടെ നൈർമല്യം ഉണ്ടായിരുന്നു, ഒരു പൂനിലാവിൻ്റെ ലാളിത്യം ഉണ്ടായിരുന്നു, ഒരു നക്ഷത്രത്തിൻ്റെ തെളിച്ചമുണ്ടായിരുന്നു, ഒരു അന്തിത്തിരിയുടെ ലാവണ്യമുണ്ടായിരുന്നു. ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ മൂക്കിലെ മൂക്കുത്തിക്കല്ലിൻ്റെ വെണ്മയുണ്ടായിരുന്നു, പ്രഭയുണ്ടായിരുന്നു, മോഹിക്കാൻ തോന്നുന്ന എന്തും ഉണ്ടായിരുന്നു. അവരൊരുപാട് ഇപ്പം ദേവരാജൻ മാഷുടെ കൂടെ പോലെ തന്നെ, MSV സാറിൻ്റെ കൂടെ പോലെ തന്നെ, ബാബുക്കയുടെ കൂടെ പോലെ തന്നെ അദ്ദേഹം അർജുനൻ മാഷുമായി ഒരുമിച്ചപ്പോഴുണ്ടായൊരു ഗാനപ്രപഞ്ചം, ഗാനത്തിൻ്റെ ഒരു സാമ്രാജ്യം, അത് എന്നും അശോകൻ്റെ ചരിത്രം പോലെ, മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം പോലെ, എല്ലാ ചരിത്രം പോലെയും മലയാള സാഹിത്യത്തിലെ ചരിത്രം പോലെ, സാഹിത്യ ചരിത്രം പോലെ മലയാള ചലച്ചിത്ര ഗാനചരിത്രത്തിൻ്റെ ഒരധ്യായമാണ്. ആ അധ്യായം വളരെ വിലപ്പെട്ടതാണ്, വളരെ മധുരമുള്ളതാണ്, വളരെ മോഹിപ്പിക്കുന്നതാണ്. താരാട്ടായിട്ടും വിരഹമായിട്ടും വേപഥുവായിട്ടും തത്വചിന്താപരമായിട്ടും നമ്മളെ ഒരു പാട്ടിൻ്റെ പട്ടണിച്ചിറകിലൂടെ നമ്മളെ കൊണ്ട് പറന്ന ആ സങ്കല്പ കാലഘട്ടം ഏതാണ്ട് 85-90 വരെ എത്തി നിൽക്കുന്നതാണ്. എത്ര പാട്ടുകൾ നമുക്ക് മറക്കാൻ ശ്രമിച്ചാലും മറക്കാനാവാത്ത പാട്ടുകളാണ്. നമുക്ക് മറന്നു കളയാം ഈ പാട്ട് എന്ന് തോന്നിയാലും, അങ്ങനെ തോന്നുമ്പോഴേക്കും ആ തോന്നൽ മറന്നു പോകുന്ന പാട്ടുകളാണ് ഒരുപാട് പാട്ടുകൾ. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമയി വാഴുന്നു ഞാൻ സുഖമറിയാതെ ശ്രീ MS വിശ്വനാഥൻ എന്ന ലെജൻഡ് മലയാള സിനിമയ്ക്ക് കൊടുത്ത ഒരു ചന്ദനത്തിൻ്റെ ഗുരുവായൂരപ്പ വിഗ്രഹമാണ് ഈ പാട്ട്.
വളരെ ദാസേട്ടൻ്റെ ശബ്ദം ഒരു ഭൂമിയിൽ ആർക്കും അനുകരിക്കാൻ പറ്റില്ല. നമ്മളൊരുപാട് അതിൻ്റെ പാരഡികൾ കേൾക്കുന്നുണ്ട്. ഭൂമിയിൽ ആർക്കും ആ ശബ്ദത്തിൻ്റെ മേഘ ജ്യോതിസ് കണ്ഠത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പാട്ട്. എല്ലാ പാട്ടുകളും, പ്രത്യേകിച്ചും ഒരു വോക്ക്മാനിൽ ഈ പാട്ട് ഇട്ട് കാതിൽ വെച്ച് ഒരു ത്രിസന്ധ്യാനേരം വീടിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ മരിച്ചു പോയാൽ നമുക്ക് മോക്ഷം ഉണ്ടാവും. സ്വർഗമെന്ന കാനനത്തിൽ, ആഹിർ ഭൈരവിയിൽ, അതായത് നമ്മുടെ ചക്രവാകത്തിൽ, സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമയി വാഴുന്നു ഞാൻ സുഖമറിയാതെ സുഖമറിയാതെ. ഈ കൽപ്പന, ഈ കണ്ണീര്, സുഖമറിയാതെ ഉള്ള വാഴ്വ്, അത് ജീവിതത്തിൽ വാഴ്വിനുള്ള അയോധനത്തിൽ നീ ഏതായുധമെന്തണമെന്ന കാര്യം ഹന്ത ചിന്തിപ്പതില്ല ഞാൻ എൻ കുഞ്ഞ് എൻ ക്രാന്തദർശിത്വ കുറവ് മൂലം എന്നിടശ്ശേരി പറഞ്ഞിട്ടുണ്ട് ഒരു പേരക്കുട്ടിയോട്. അതുപോലെ വാഴ്വിൻ്റെ ദുഃഖം, അതിന് ഓരോ കാലഘട്ടത്തിലും ഓരോ ദശാബ്ദങ്ങളിലും ഓരോ വ്യാഖ്യാനങ്ങളുണ്ടാവാം. അസ്തിത്വ ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അതിൻ്റെ നോവ്, നൊമ്പരം, അതിൻ്റെ സങ്കടം, പ്രാണസങ്കടം ഒന്നാണ്. സ്വർഗമെന്ന കാനനത്തിലാണ് നായകനുള്ളത്. സ്വർണമുഖീ നദിയുടെ കരയിലാണ്. അവിടെ സ്വപ്നത്തിൻ്റെ സാമ്രാജ്യത്തിൽ സ്വപ്നമയി വാഴുന്നു ഞാൻ. സ്വപ്നത്തിൻ്റെ ലോകത്തിലാണ്, റിയാലിറ്റിയുടെ അല്ല, സുഖമറിയാതെ വാഴുകയാണ്. ഇതാണ് മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ഏത് കാലത്തെയും സ്ഥിതി. ഋഷികൾ ഹിമാലയം തേടിപ്പോയത് ഇവിടെ കഞ്ഞി കുടിക്കാനോ ചോറ് ഉണ്ണാനില്ലാഞ്ഞിട്ടോ അല്ല. അവർക്ക് ഭൗതികതയിൽ നിന്നും മറ്റെന്തോ, പേരറിയാൻ പാടില്ലാത്ത മറ്റെന്തോ, അതിൻ്റെ ഭ്രമം എന്ന് വിളിക്കാം, നമ്മൾ എന്തും പറയാം. ബ്രഹ്മത്തെ അന്വേഷിച്ച് പോകാമെന്ന് പറയാം, അഹത്തെ അന്വേഷിച്ച് പോകാമെന്ന് പറയാം, അല്ലെങ്കിൽ സത്തിനെ അന്വേഷിച്ച് പോകുന്നു, അല്ലെ തത്വത്തെ അന്വേഷിച്ച് പോകാമെന്ന് പറയാം. ഈ അന്വേഷണത്തിന് മാളികയിൽ നിന്നും ഹിമാലയത്തിലേക്ക് കമണ്ഡലവുമെടുത്ത് നടന്ന് മോക്ഷപ്രാപ്തി വരിച്ച ഋഷികളും നമ്മുടെ കൂടെയുണ്ട്. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പൊട്ടാസ്യം സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് സ്വത്തുള്ള ആളാണ്. ഒരു മാഷയുടെ മകനാണ്, ഉണ്ണിമാഷ് എന്ന് പറയും. ഉണ്ണിമാഷക്ക് 10-50 ഏക്കർ സ്ഥലമുണ്ട്, നാളികേരം ഉണ്ട്, നെല്ല് കൊയ്തെടുക്കാനുണ്ട്, ഈ കശുവണ്ടി തോട്ടമുണ്ട്, ലോറിയുണ്ട്, റേഷൻ ഷാപ്പിൻ്റെ പോലും ഉടമയാണ് ഉണ്ണിമാഷ്. ഉണ്ണിമാഷ് അദ്ദേഹത്തിൻ്റെ മകനെ, എൻ്റെ സുഹൃത്തിനെ, സ്കൂളിൽ 1-ാം ക്ലാസ് ചേർത്തു. അന്ന് പുത്തഞ്ചേരി LKGയും UKG ഒന്നുമില്ല, ആകെപ്പാടൊരു KG ഉള്ളൂ. 1-ാം ക്ലാസ്സാണ്. അവിടെ കൊണ്ടുപോയി ചേർത്താൽ എന്നെയൊക്കെ രാവിലെ അച്ഛനങ്ങോട്ട് വിടുകയാണ്. ഈ ബൂമറാങ് പോലെ ഞാൻ എവിടെയും തട്ടിമുട്ടി തിരിച്ച് എത്തുന്നുള്ള അച്ഛൻ്റെ ബോധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഉണ്ണിമാഷ്, റിട്ടയർ ചെയ്ത മാഷ്, മകനെ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ കൊണ്ടാക്കി ആ സ്കൂളിൻ്റെ ഗേറ്റിലിരിക്കും. മുറുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും, അദ്ദേഹത്തിന് വലിക്കാനുള്ള ചുരുട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും, അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടാവും. മകൻ വഴി പിഴച്ചു പോകുമോ എന്നുള്ള ഭയമായിരുന്നു അത്രേ ഉണ്ണിമാഷക്ക്. ഞാൻ പിന്നീട് ചോദിച്ചു, എന്തിനാ അച്ഛാ മാഷേ, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. എൻ്റെ മകൻ വഴി പിഴച്ചു പോകുമോ എന്ന് ഉള്ള ഭയമായിരുന്നു ആ ഉണ്ണിമാഷക്ക് മകനോട് തോന്നിയത്. പക്ഷേ
അവൻ വഴിപിഴച്ചു പോവുകയും 2999 കുട്ടികൾ നന്നാവുകയും ചെയ്തതാണ് പിന്നീടുണ്ടായ അതിൻ്റെ ഫലശ്രുതി. അവൻ പിന്നെ പല വഴിക്കും വേണ്ടാത്ത വഴിക്കൊക്കെ നീങ്ങി സമ്പത്തിൻ്റെ ഊറ്റം കൊണ്ട് പല അഭ്യാസങ്ങളിലും ചെന്നുപെട്ടു. അവസാനം ഒരു ദിവസം ഒരു ത്രിസന്ധ്യയ്ക്ക് അവൻ പൊട്ടാസ്യം സയനൈഡ് കഴിച്ച് മരിച്ചൊരു കാഴ്ചയുണ്ട്. ഇതുപോലെ എല്ലാ ഭൗതിക ലാഭങ്ങളും ഭൗതിക സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തിന് മനുഷ്യൻ ഹിമാലയത്തിലേക്ക് പോകുന്നു? എന്തിന് ജീൻസിന് പകരം അവൻ കാവി ഉടുക്കുന്നു? എന്തിന് തോക്കിന് പകരം അവൻ കമണ്ടൽ ഉപയോഗിക്കുന്നു? എന്തിന് വജ്രമാലയ്ക്ക് പകരം അയാൾ രുദ്രാക്ഷം ധരിക്കുന്നു? എന്തിനയാൾ ഭസ്മ ലേപിതനായി നടക്കുന്നു? എന്തിനയാൾ നല്ല മുടി മുണ്ടനം ചെയ്ത് കളയുന്നു? ഇതിനുത്തരം പലർക്കും പല ഭാഷ്യങ്ങളിലുണ്ട്. ഈ സന്നിഗ്ധതയാണ് ഒരു 4 വരിയിലൂടെ അദ്ദേഹം വീണ്ടും നമുക്കത് ഓർമ്മിക്കാം. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമയി വാഴുന്നു ഞാൻ സുഖമറിയാതെ കൽപ്പന തൻ കണ്ണുനീരിൽ സ്മരണതൻ ഗൽഗദത്തിൽ കൽപ്പന തൻ കണ്ണുനീരിൽ സ്മരണതൻ ഗൽഗദത്തിൽ വ്യർത്ഥമെന്നു പാടുന്നു ഞാൻ ശ്രുതിയറിയാതെ. ശ്രുതി അറിയാതെ പാടുന്നവൻ്റെ വ്യർത്ഥമായ ആലാപനമാണ് ജീവിതം. കൽപ്പനയുടെ കണ്ണുകളിൽ സങ്കല്പത്തിൻ്റെ മിഴി നീർത്തുള്ളിയിൽ തുഴയുകയാണ് അവൻ്റെ നിയോഗം. ഇങ്ങനെ ഒരു സമുദ്രത്തെ ഒരു കൈക്കുടന്നയിൽ ആചമിച്ച അഗസ്ത്യമുനിയുടെ ധ്യാനതന്ത്രം പോലെ, അല്ലെങ്കിൽ ഒരു മഞ്ഞ് നീരിൽ പ്രപഞ്ചം മുഴുവൻ പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ ജന്മസൂത്രം പോലെ, അല്ലെങ്കിൽ ഒരു വിത്തിൽ അന്തർലീനമായിരിക്കുന്ന ആൽമരത്തിൻ്റെ തത്വം പോലെ 4 വരി കൊണ്ടും 8 വരി കൊണ്ടും തമ്പി സാർ മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ പൂമുഖത്ത് ഒരു സാലഭഞ്ജിക ആയിത്തീരുന്ന കാഴ്ചയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊരു കലാകാരനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളും പ്രിയപ്പെട്ട പശ്ചാത്തലവും പ്രിയപ്പെട്ട ജീവിത പരിസരങ്ങളും പ്രിയപ്പെട്ട ദുഃഖങ്ങളും പ്രിയപ്പെട്ട ഓർമ്മകളും പ്രിയപ്പെട്ട സന്തോഷങ്ങളും അതിൻ്റെ ഒരു പ്രതിഫലനം അദ്ദേഹത്തിൻ്റെ രചനയിൽ, അത് ശില്പമായിക്കോട്ടെ, ഗാനരചനയായിക്കോട്ടെ, സംഗീത ആവിഷ്കാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, കഥയെഴുത്തായിക്കോട്ടെ, നോവലെഴുത്തായിക്കോട്ടെ, ഒരാത്മാവിഷ്കാരം ഉണ്ടാവും. അതുപോലെ പ്രണയത്തിൻ്റെ ചെങ്കോലും കിരീടവും കൊണ്ട് മലയാള സിനിമയുടെ ഗാനങ്ങൾ ഭരിച്ച തമ്പി സാർ, എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി, ജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മധീരയാം പ്രാണേശ്വരി, എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി, ജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മധീരയാം പ്രാണേശ്വരി. കർമ്മധീരയാണ് അദ്ദേഹത്തിൻ്റെ പ്രാണേശ്വരി.
അതും ജന്മാന്തര തപസ്സിലൂടെ നേടിയെടുത്തതാണ്. അവൾ എത്ര സുന്ദരിയാണ്, എത്ര പ്രിയങ്കരിയാണ്. ആ പല്ലവിയിൽ തന്നെ ഒരു പ്രണയിനിക്ക് കൊടുക്കാവുന്ന ആത്മാവും പരമാത്മാവും പ്രാണനും പ്രണയവും എല്ലാം അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. സ്വർഗമാധവം സുസ്മിതമാക്കിയ സ്വപ്നസഞ്ചാരിണി, ആകാശനീലം അരവിന്ദമാക്കിയ അത്ഭുതവാഹീശ്വരി, എൻ്റെ ജീവേശ്വരി ജീവേശ്വരി. എത്ര സുന്ദരി, എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി. ജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മധീരയാം പ്രാണേശ്വരി. ഇങ്ങനെയുള്ള ഒരുപാട് പ്രണയസങ്കല്പങ്ങൾ നമുക്ക് വളരെ ഒരു പൂമ്പാറ്റ ചിറക് നമ്മൾ മനസ്സിലേക്ക് എടുത്ത് ഒട്ടിച്ചു വയ്ക്കും പോലെ, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്താളുകളിൽ നമ്മൾ ഒരു ഇലത്തുമ്പ് ഒട്ടിച്ചു വയ്ക്കും പോലെ, അല്ലെങ്കിൽ ഒരു മയിൽപ്പീലിത്താൾ ഒട്ടിച്ചു വയ്ക്കും പോലെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് സ്നേഹങ്ങളും ഒരുപാട് പ്രണയങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ ഒട്ടിച്ചു വെച്ച് തന്ന് ഗ്രന്ഥം മടക്കി വയ്ക്കാതെ ഇനിയും അദ്ദേഹത്തിൻ്റെ രംഗത്തിന് ബാല്യമുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്ക് മോഹമുണ്ട്. ചലച്ചിത്രഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഒന്ന് എൻ്റെ സുഹൃത്ത് ഷിബു ചക്രവർത്തി പറഞ്ഞത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടുകളിലൊന്നെയാണ്. മറ്റൊന്ന് എൻ്റെ ഒരു കോഴിക്കോടൻ സുഹൃത്ത്, അദ്ദേഹവും ഈ പാട്ടിൻ്റെ ഒരു ആരാധകരാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പാട്ടിനോട് ഇത്രയും സ്നേഹം തോന്നാൻ? അപ്പം അവരുടെ ഉത്തരം ആദ്യം എനിക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് രുചിച്ചില്ല, എങ്കിലും പിന്നെ ആലോചിച്ചപ്പോഴാണത് മനസ്സിലായത്. ഭക്തി എന്നൊരു ഭാവം പ്രണയത്തിലേക്ക് സംക്രമിക്കുന്ന ഒരു സൂത്രം അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഗീതഗോവിന്ദത്തിൽ ജയദേവ കവി ചെയ്ത പോലെ പ്രണയം ഏതാണ് ഭക്തി ഏതാണെന്ന് വ്യവച്ഛേദിക്കാനാവാത്ത ഒരു നൂലിഴ പ്രണയത്തിനും ഭക്തിക്കുമിടയ്ക്ക് ഒരു നൂൽപ്പാലം. യദുകുലരതി ദേവനെവിടെ, രാധയോട് ചോദിക്കുകയാണ്, യദുകുലരതി ദേവനെവിടെ രാധേ, യദുകുലരതി ദേവനെവിടെ. എക്കാലത്തും അന്വേഷിച്ചവൾ രാധയാണ്. എൻ്റെ യദുകുലനാഥനവിടെ. അവൻ മധുരയ്ക്ക് പോയോ? അവൻ വൃന്ദാവനത്തിലെ കാടുകളിൽ അവൻ്റെ കറുകപ്പുൽ നുണയ്ക്കുന്ന പശുക്കൾക്കിടയിൽ പശുക്കളെയും കൊണ്ട് വൃന്ദാവനത്തിൻ്റെ അക്കരയ്ക്ക് മറ്റേതോ ഹരിത തീരത്തേക്ക് നടന്നു പോയോ? ഞാൻ പാൽ തിളപ്പിക്കുമ്പോൾ അവൻ ഗോവർദ്ധനം എടുക്കാൻ പോയോ? ഞാൻ അവന് വേണ്ടി തൈര് കടയുമ്പോൾ അവൻ്റെ പീലിക്കെട്ടിൽ അവൻ്റെ മൗലിയിൽ ചൂടാൻ മയിൽപ്പീലി അന്വേഷിച്ച് വനത്തിലേക്ക് പോയോ എന്നൊക്കെ എപ്പോഴും വ്യാകുലപ്പെടുന്നത് രാധയായിരുന്നു. രാധയോട് ചോദിക്കുകയാണ്, യദുകുല രതിദേവനെവിടെ? പൂവമ്പനുറങ്ങാത്ത രാവിൽ നിനക്കായി പൂമണിമണി മഞ്ചമൊരുക്കി ഞാനൊരുക്കി, താരണിമണി മഞ്ചം നീ വിരിച്ചിടുകിൽ
പോരാതിരിക്കുമോ കണ്ണൻ താരണിമണിമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ പോരാതിരിക്കുമോ കണ്ണൻ യദുകുലരതി ദേവനെവിടെ. യദുകുലത്തിൻ്റെ രതിദേവൻ എവിടെ എന്ന് ചോദിച്ചത് കണ്ണൻ തന്നെയാണ്. താരണി മണിമഞ്ചം അവൾക്ക് വിരിച്ചു വെച്ച് അവൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് രാധയ്ക്ക് ബോധ്യമാവുന്നത്, എനിക്ക് മണിമഞ്ചം, എനിക്ക് രതിമഞ്ചം ഒരുക്കി വെച്ചത്, എനിക്ക് നക്ഷത്രമഞ്ചം ഒരുക്കി വെച്ചത് ആ കള്ളൻ തന്നെയാണ്, ആ കാക്കക്കറുമ്പനാണ്. അവൻ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാണ്, നീ വിരിച്ചു വെച്ചാൽ, നീ ക്ഷണിച്ചാൽ, നിൻ്റെ മുരളീഗാനത്തിൻ്റെ മധുരം കൊണ്ട്, നിൻ്റെ മയിൽപ്പീലിത്തണ്ടിൻ്റെ തലോടൽ കൊണ്ട്, നിൻ്റെ പീതാംബരത്തിൻ്റെ പുതപ്പ് കൊണ്ട്, നിൻ്റെ ശ്രീവത്സം കൊണ്ട്, നിൻ്റെ കവചം കൊണ്ട്, കുണ്ടലം കൊണ്ട്, നിൻ്റെ കാൽത്തള കൊണ്ട്, നിൻ്റെ പാലാഴി കൊണ്ട്, നിൻ്റെ കാളിന്തി കൊണ്ട് എന്നെ തൊട്ടാൽ, എന്നെ ക്ഷണിച്ചാൽ ഞാൻ വരാതിരിക്കുമോ എന്ന് പരിഭ്രമത്തോടെ ആകാംക്ഷയോടെ ക്ഷണം സ്വീകരിക്കുന്ന രാധയുടെ ഈ വിഹുലത ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടെഴുത്തിൻ്റെ വളരെ പ്രധാനമായ, വളരെ കാവ്യാത്മകമായ, വളരെ ശൃംഗാരഭരിതമായ ഒരു ഉദാഹരണമാണ്.